ഈ കാലം മാധ്യമപ്രവർത്തനം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ്. ആ ഘട്ടത്തിൽ മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്തർദേശീയ മാധ്യമോത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായി മാധ്യമങ്ങൾ വർത്തിച്ചൊരു കാലം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് ഇന്നിവിടെ അതിഥികളായി പങ്കെടുക്കുന്നത്. ഇന്ന് ആ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മാധ്യമരംഗമാകെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. ഭരണ സംവിധാനത്തിനെതിരെ ഉയരുന്ന എതിർപ്പിൻ്റെയും വിമർശനങ്ങളുടെയും സ്വരങ്ങളെ കയ്യൂക്കിൻ്റെ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ നമുക്ക് കഴിയുക. തെറ്റായ ഭരണനയങ്ങളെ വിമർശിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും രാജ്യദ്രോഹമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ കടുത്ത വർഗീയ ധ്രുവീകരണത്തിന് കോപ്പുകൂട്ടുകയും ചെയ്യുന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ രാജ്യത്തെ ഏകശിലാത്മകമായി മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളെ എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. എന്നാൽ ഇന്നത് വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല. കുത്തക മുതലാളിത്തം അരങ്ങുവാഴുന്ന നവലിബറൽ ക്രമത്തിൽ മാധ്യമ മുതലാളിമാരുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മൗനം ഭജിക്കാനാണ് ആധുനികകാല മാധ്യമപ്രവർത്തകരിൽ ചിലർ നിർബന്ധിതരാവുന്നത്. രാജ്യത്തെ ഭൂരിഭാഗം മാധ്യമങ്ങളുടെയും നിയന്ത്രണം ഇവിടെയുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. കേവലം ബിസിനസ് താൽപ്പര്യം മാത്രമുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രതിലോമ നയങ്ങളെ വിമർശിക്കുന്നതിന് പകരം അവരുടെ ഒത്താശയിൽ വ്യാപകമാകുന്ന അക്രമോത്സുകമായ വർഗീയതയെ പ്രകീർത്തിക്കുന്നവരായി മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാറുന്നു. റിപ്പബ്ലിക് TV പോലുള്ള ചാനലുകളെ രാജ്യം കാണുകയാണ് ഇതിൻ്റെ ഉദാഹരണമായി. ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കടുത്ത ആക്രമണങ്ങൾക്ക് വിധേയമാവുകയാണ്. പലരും കൊല്ലപ്പെടുന്ന സ്ഥിതി വരെയുണ്ടായി.